മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോകുന്നു. സംസ്ഥാനത്തെ 8 നഗരസഭാ വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. കൊടുവള്ളി, ഫറോക്ക്, മുക്കം, പയ്യോളി, പട്ടാമ്പി, ശ്രീകണ്ഠാപുരം തുടങ്ങിയ നഗരസഭകളിലെ വിഭജനമാണ് റദ്ദാക്കിയത്. അതേസമയം പടന്ന ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനവും റദ്ദാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, ഈ വിഭജനം നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, നേരത്തെ തന്നെ പ്രതിപക്ഷം പറയുന്നുണ്ടായിരുന്നു ഇത് രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സർക്കാരിനൊരു തിരിച്ചടി ഉണ്ടാകുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കോടതി നിരീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ഇടെയാണ് ഈ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡ് വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം ഇറങ്ങിയത്. ഏതായാലും അന്നു മുതൽ തന്നെ അതിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പ്രേരിതമായ ഒരു വാർഡ് വിഭജനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉയർന്ന ഒരു ആരോപണം. ഏതായാലും ഈ വാർഡ് വിഭജനം ചോദ്യം ചെയ്ത് ഈ നഗരസഭകളിലെ മുസ്ലിം ലീഗ് കൗൺസിലർമാരും മറ്റ് കൗൺസിലർമാരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ പ്രധാനമായും അവരുടെ വാദം എന്ന് പറയുന്നത് ഈ പഴയ സെൻസസ് പ്രകാരമാണ് ഈ സെൻസസ് ഈ ഇപ്പോഴത്തെ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. 2011 സെൻസസ് പ്രകാരം 2015 അവിടെ വാർഡ് വിഭജനങ്ങൾ നടന്നതാണ്. പിന്നീട് വീണ്ടും ഈ വാർഡ് വിഭജനം നടത്തുന്നത്, പുതിയ സെൻസസ് വരാതെ വീണ്ടും വാർഡ് വിഭജനം നടത്തുന്നത് സെൻസസ് നിയമത്തിൻ്റെയും അതുപോലെ തന്നെ കേരള മുനിസിപ്പൽ ആക്ടിൻ്റെയും ലംഘനമാണ് എന്നുള്ളതായിരുന്നു ഈ ഹർജിക്കാരുടെ വാദം. ഏതായാലും ഇത് കോടതി അംഗീകരിച്ച് ആണ് ഇപ്പോൾ ഈ നഗരസഭകളിലേക്കുള്ള 8 നഗരസഭകളിലേക്കും പടന്ന ഗ്രാമപഞ്ചായത്തിലേക്കുമുള്ള വാർഡ് വിഭജനം റദ്ദാക്കിയിരിക്കുന്നത്. ഈ വാർഡ് വിഭജനം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഏതായാലും ഈ വാർഡുകളാണ് കൊടുവള്ളി, ഫറോക്ക്, മുക്കം, പാനൂര്, പയ്യോളി, പട്ടാമ്പി, ശ്രീകണ്ഠാപുരം, മട്ടന്നൂർ നഗരസഭകളും പടന്ന ഗ്രാമപഞ്ചായത്തിലെയും ആണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച വലിയ തിരിച്ചടി തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വിഭജനത്തിന്റെ വിജ്ഞാപനമടക്കവും ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സർക്കാരിന് ഇക്കാര്യത്തിൽ ഈ വാർഡ് വിഭജനത്തിന് അധികാരമുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ വാദം. അത് കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ശരി, ആന്റണി ജിസ് ജോർജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ 8 നഗരസഭകളിലേക്കും ഉള്ള വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. കൊടുവള്ളി, ഫറൂക്ക്, മുക്കം, പയ്യോളി, പട്ടാമ്പി തുടങ്ങിയിട്ടുള്ള നഗരസഭകളിലെ വിഭജനമാണ് റദ്ദാക്കിയത്. ഒപ്പം തന്നെ പടന്ന ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനവും റദ്ദാക്കിയിട്ടുണ്ട്. തൃശൂർ അതിരപ്പിള്ളിയിൽ 2ഇടങ്ങളിൽ കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ 14-ലും 15-ലും ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷനിലെത്തിയ കാട്ടാന സ്റ്റേഷൻ വളപ്പിലെ തെങ്ങിലെ പട്ടയും കരിക്കും ഭക്ഷിച്ചാണ് മടങ്ങിയത്.